ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴംപൊരിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിക്കായിട്ട് ഞാനിത് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മൈദ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ മൈദയുടെ അടുത്തതാണ്ട് നമ്മൾ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. വലിയ ഏത്തക്കായാണ്. നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടാണ് മുറിച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എന്തായാലും മൈദ ഇട്ടു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വേണ്ട ഉപ്പാണ്. ഒരു നുള്ളു ഉപ്പ് നമുക്ക് ആവശ്യമാണ്. ഒരു ഇച്ചിരി ഏലക്കാപ്പൊടി നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്കിത് ഓരോന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു നുള്ളു ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒത്തിരി വേണ്ട കേട്ടോ. ഉപ്പ് ഒത്തിരി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിനൊരു ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു പിഞ്ച് ഓഫ് ഉപ്പ്. പിന്നെ നമ്മളിതാ ഒരു നുള്ളു ഏലക്കാപ്പൊടി ഈ മാവിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടി. പിന്നെ നമ്മൾ ഒരു ഇച്ചിരി പഞ്ചസാര ഒരു ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര നമ്മൾ ചേർക്കുന്നതിന് 2 റീസൺ ഉണ്ട്. ഒന്ന് ഈ മാവിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടും, രണ്ടാമത്തെ നമ്മൾ ചേർക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ അധികം പിടിക്കത്തില്ല. നമ്മൾ പഞ്ചസാര പിടിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ചേർത്തുണ്ടാക്കിയാൽ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇത്തിരി ഫുഡ് കളറിന് പകരമാണ് നമ്മളിവിടെ നാച്ചുറലായിട്ട് മഞ്ഞപ്പൊടി ചേർക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ പട്ടിയുടെ കുരയുണ്ട്. പട്ടിക്ക് കുരുവാണെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, കുരയ്ക്കുന്നുണ്ട്, സഹിക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, നമ്മളിതിവിടെ മാവ് ഈ ഒരു പരുവത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ടേ. ഇതാ ഒഴിക്കുമ്പോൾ ഈ ഒരു തിക്നെസ് നമുക്ക് മാവിന് വേണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് കുഴച്ചിട്ടുണ്ട്. നമ്മളിതാ എണ്ണയും ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. ചെറുതായ ചൂടേ ആയിട്ടുള്ളൂ, വലിയ ചൂടായിട്ടില്ല. ചൂടാവട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഈ പഴം അരിഞ്ഞെടുക്കാം. ആക്ച്വലി ഞാൻ 3 പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അറിയാതെ ചേട്ടൻ വീണ്ടും പഴംപൊരി മേടിച്ചുകൊണ്ട് വന്നു പണി കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഓർത്തു ശരി 2 പഴം എടുത്ത് പിള്ളേർക്ക് മാത്രം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാം. നമുക്ക് ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നാൽ കഴിക്കാമെന്ന് കരുതി. ഇത് കുഞ്ഞു മോന് കൊണ്ട് കൊടുക്കാം. അതിൻ്റെ മോക്കും പിള്ളേർക്കും കൊണ്ട് കൊടുക്കാനാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിതാ ഇവിടെ പഴം പൊരിക്കാനായിട്ട് ഒരു പഴം വലിയ പഴമായതുകൊണ്ട് 2ആയിട്ട് മുറിച്ചിട്ട് 3ആയിട്ട് നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 2ആയിട്ട് മുറിച്ച പഴം 3ആയിട്ട് നെടുകെ പിളർന്ന് നല്ല കട്ടിയുണ്ട്, നല്ല നീളമുള്ള പഴമാണേ. പിന്നെ അതാണ്ട് നല്ല സൂപ്പറായിട്ട് മാവാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് നമ്മൾ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അവസരത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പഴത്തിൽ നിന്ന് 3-4 പഴം എടുത്ത് നമുക്ക് ഈ ഒരു മാവിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് ഇവിടെ വയ്ക്കാം. മിക്സ് ചെയ്യട്ടെ. കൈയിട്ടിളക്കാൻ മടിച്ചിട്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. കൈയിട്ടിളക്കാൻ മടിച്ചിട്ടെന്ന് പറഞ്ഞാൽ അയ്യോ ഭയങ്കര ഹൈജീനിക് ഭാഗമായിട്ടല്ല, എനിക്ക് ഹൈജീനിക് ആവശ്യത്തിനുണ്ട് എൻ്റെ കൈക്ക്. അതുകൊണ്ട് എനിക്ക് ഹൈജീനിക് ഭാഗമായിട്ടൊന്നുമല്ല. എനിക്ക് ജസ്റ്റ് കൈ കഴുകാനുള്ള മടി കൊണ്ടാണ് ഗൈസ്. കയ്യിൽ മാവ് ഒട്ടി പിടിക്കുമെന്നുള്ള ഒരു സംഭവം കൊണ്ടാണ് എനിക്കിങ്ങനെ സ്പൂൺ കൊണ്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ടിഷ്യൂ ഇട്ട് ആദ്യം വയ്ക്കാവേ. സോ നമ്മളിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലോട്ട് ടിഷ്യൂ ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ സംഭവം ഇങ്ങനെ ഓരോന്നായിട്ട് സ്പൂൺ കൊണ്ടെടുത്ത് നാക്കൊപ്പം ഇട്ട് കൊടുക്കാം ഗൈസ്. ഇട്ട് കൊടുക്കാം. ഒരു കൈ കൊണ്ട് ഞാനാണ് വീഡിയോ എടുക്കുന്നത്. കെട്ടിയോൻ വന്നെങ്കിലും പിന്നെ ജോലിക്ക് കഴിഞ്ഞിട്ട് വന്ന കെട്ടിയോനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ഉപദ്രവിക്കാൻ പോയിട്ടില്ല. നമുക്ക് ഓരോന്നങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ചൂടായ എണ്ണയാണ്. നമ്മളിതിലോട്ട് 6 എണ്ണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തു. ഇത് പൊരിയട്ടെ, നന്നായിട്ടൊന്ന് മൊരിയട്ടെ. നമുക്കിതൊന്ന് വെള്ളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇത് നമുക്കൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് നല്ല നിറവും ഉണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് നിറവുണ്ട് കേട്ടോ. നമ്മൾ ഈ കളറൊക്കെ ചേർക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മളിങ്ങനെ നാച്ചുറലായിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തുണ്ടാക്കണമുണ്ട്. ഇങ്ങനെ ചേർക്കണോണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല, ഹെൽത്തിനും പ്രശ്നങ്ങളില്ലാണ്ടിരിക്കും. എന്തിനാ വെറുതെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഫുഡ് കളറും അതും ഇതൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. നല്ല കനത്തിലുള്ള വാഴയ്ക്കാപ്പമാണ് കേട്ടോ. നമ്മൾ ഈ എണ്ണ പലഹാരങ്ങൾ ചുടുമ്പോഴേ നമ്മൾ ഒരു സ്റ്റെപ്പ് പലഹാരം ഇട്ടിട്ട് അടുത്ത ഉടനെ വീണ്ടും ഇട്ട് കൊടുക്കല്ലേ. അങ്ങനെ ഇട്ട് കൊടുത്താലേ ആ പലഹാരത്തിന് ഒരു എണ്ണ കുടിച്ച് കിടക്കും അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട്
ഇപ്പോൾ ഇത് എണ്ണയിൽ പതയൊക്കെ ഉണ്ടല്ലോ, ഈ പത ഒന്ന് വറ്റാൻ നിൽക്കണം. കുറച്ചുകൂടി നമുക്കൊന്ന് എണ്ണയിലെ പതയൊക്കെ പോയിട്ട് നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ രണ്ടാം സ്റ്റെപ്പ് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ കോരി വെച്ച പലഹാരങ്ങൾ ഇതാ ഇവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ കോരി വെച്ച വാഴയ്ക്കപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടി വേഗം വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് മാക്സിമം നമ്മുടെ അതിലെ പതയൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും അടുത്ത സ്റ്റെപ്പ് പഴംപൊരി ഇട്ട് കൊടുക്കാതെ യോ ഇത് പോവോ താഴോട്ട്? പാത്രം പിടിക്കാൻ പറ്റണില്ല, ക്യാമറയും പിടിച്ച്. ഞാനതൊന്ന് ക്യാമറ ഓഫ് ചെയ്തിട്ടേ പാത്രം ഒന്ന് പിടിച്ചോട്ടെ. അല്ല, ചേട്ടൻ വരുന്നുണ്ട്, ചേട്ടൻ പിടിച്ചേരും. ചേട്ടാ പാത്രം ഒന്ന് പിടിച്ചോട്ടെ, അല്ല ഈ വീഡിയോ പിടിച്ചാലും മതി. ചേട്ടന് ജീവയില്ലടേ. മാവ് കൊണ്ട് നമ്മളത് എല്ലാ പഴംപൊരി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നമുക്ക് എന്താ നല്ല നിറമുണ്ട്, അത്യാവശ്യം നല്ല നിറം, അത്യാവശ്യമല്ല നല്ല നിറമുണ്ട്, ശരിക്കും നല്ല നിറമുള്ള പഴംപൊരിയാണ്. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഉൽക്ക വീടും പോലെ എൻ്റെ പാത്രം വീണ സൗണ്ടാണ് കേട്ടോ നിങ്ങൾ കേട്ടത്. പിന്നെ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാവേ. നമ്മളതിങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ നമ്മുടെ പഴംപൊരി എല്ലായിടവും കവറാവുമെന്ന് ചിലർക്ക് ഡൗട്ടുണ്ട്. കവറാവും കേട്ടോ. നമ്മൾ ഈ തിക്നെസ്സിൻ്റെ മാവ് നമ്മൾ കുഴയ്ക്കുകയാണെങ്കിൽ എല്ലായിടവും നമുക്ക് നന്നായിട്ട് കവറായി വരും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇരിക്കുന്ന പഴംപൊരികൾ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് കവറായിട്ടുണ്ട് കേട്ടോ. നല്ല യെല്ലോ കളറാണ് കേട്ടോ. നമുക്ക് ഇതും കൂടെ ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പം ഞങ്ങൾക്ക് പഴംപൊരി ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ പഴംപൊരി കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പിന്നീട് ഉണ്ടാക്കിയെടുക്കും. മാവ് ഇച്ചിരി ഇരിപ്പുണ്ട്, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ മാവ് ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങൾ രാത്രി ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇത് ഇന്ന് രാത്രി ദോശയും പഴംപൊരിയും സാമ്പാറുമാണ് കേട്ടോ. ബീഫും പഴംപൊരിയും നിങ്ങൾ കഴിച്ചിട്ടില്ലേ, അപ്പോൾ സാമ്പാറും പഴംപൊരിയും കഴിച്ചു നോക്കാം. അപ്പോൾ ഇത് പിള്ളേർക്ക് കൊടുക്കാനാണ്. ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് എൻ്റെ കുഞ്ഞ് അവിടെ നിൽപ്പുണ്ടല്ലോ, എൻ്റെ മോക്കും ചേച്ചിയുടെ പിള്ളേർക്കും ഒക്കെ നമുക്ക് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് പരിപാടി കഴിഞ്ഞു. നമുക്കിനി ഇത് വേഗം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവേ, കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാൻ. ഞാനെന്താ ഒരു ബോക്സ് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിള്ളേർക്ക് ഇതിലോട്ട് നമുക്ക് പിടിക്കുക അങ്ങ് വെക്കാം പഴംപൊരി. നമ്മുടെ വീട്ടിൽ എച്ചികളായതുകൊണ്ട് നമ്മൾ എണ്ണി വേണം എടുക്കാൻ കേട്ടോ. 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ അവിടെ 4 പേരുണ്ട്. ചേച്ചിയുടെ പിള്ളേർ, 2 പിള്ളേർ, എൻ്റെ കുഞ്ഞ്. അപ്പോൾ മൊത്തം 4 പേര്. ഒരെണ്ണം ബാക്കിയുണ്ട്. ഇതെല്ലാം അനുപേട്ടന് ഇപ്പം കൊടുക്കാനാണ്. പക്ഷേ ഞങ്ങൾ പിന്നീട് ഞങ്ങൾക്ക് ഇത് ചൂടോടെ അനുപേട്ടന് ഇപ്പോൾ കഴിക്കാൻ എനിക്കിപ്പോൾ വേണ്ട, എനിക്ക് വയറ് ഒരുമാതിരി ഇരിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പിന്നീട് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ മക്കൾക്ക് എച്ചികളായതുകൊണ്ട് നമുക്ക് എണ്ണി വേണം എടുക്കാൻ. ഒരാൾക്ക് 4 എണ്ണം വെച്ച് നമ്മൾ 3 എണ്ണം വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കൊണ്ടുപോയി എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ എൻ്റെ പിള്ളേർക്ക് കൊടുത്തിട്ട് വരാം. ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ പഴംപൊരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടവർ ദയവ് ചെയ്ത് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. ബൈ ബൈ.